നമസ്കാരം. സേവ് ആപ്പിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. സേവ് ആപ്പ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതൊരു പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ മണി മാനേജ് ചെയ്യാൻ, നമ്മുടെ നിത്യജീവിതത്തിലുള്ള പല ടാസ്കുകളും ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സേവ് മൈ പേഴ്സണൽ ആപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ മുഴുവൻ പേര്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മൈ മണി എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ മൈ ബിലോങ്ങിങ്സ് എന്നുള്ള സെക്ഷൻസ് ഉണ്ട്, മൈ ലൈഫ് എന്നുള്ള സെക്ഷൻ, യൂട്ടിലിറ്റീസ്. ഇത്രയും ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ഇതിൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. മൈ മണി എന്നുള്ളത് നമ്മുടെ മണി മാനേജ്മെൻറ്റിന് സഹായിക്കുന്ന ഫീച്ചേഴ്സാണ്. ഒന്നാമത്തെ പേയ്മെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ ചിലവുകൾ എന്തൊക്കെയാണ് നമുക്ക് ചിലവുകൾ വരുന്നത് അതെല്ലാം നമുക്ക് ഓരോ ലെഡ്ജറായിട്ട് നമുക്ക് വേണമെങ്കിൽ പെട്രോൾ അടിക്കുന്നതിൻ്റെ അത് എത്രയാണ് എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും നമുക്കിതൊക്കെ സേവ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അത് സേവ് ആപ്പിലെ പേയ്മെൻറ്റ്സ് എന്നുള്ള സെക്ഷൻ. പിന്നെ റിസീപ്റ്റ്സ് എന്നുള്ളത് നമ്മുടെ ഇൻകമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ റെസിപ്റ്റ്, വൗച്ചർ അങ്ങനെയുള്ള ഇതുള്ളത് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഡോണ്ട് ഷോ അഗെയിൻ എന്നുള്ളത് കാണിക്കുക. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു ഗൈഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിലോ ഏത് ലാംഗ്വേജിലോ വേണമെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് റെസിപ്റ്റ്സ്, നമുക്ക് എന്തൊക്കെ വരുമാനം വരുന്നോ അതൊക്കെ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും പുതിയ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്നുമല്ലാതെ നമുക്ക് പുതിയൊരു ഇത് ഉണ്ടെന്ന് ഒരു ബിസിനസ് എന്നുള്ള ഇൻകം ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു അക്കൗണ്ട് നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബിസിനസ് അങ്ങനെ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു കാറ്റഗറി ആയിട്ട് ഇൻകത്തിലാണെങ്കിൽ ഇൻകം അക്കൗണ്ടായിട്ട് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അടുത്ത ഇതിൽ നമുക്ക് ഏതിലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് ഇൻകമായിട്ട് അത് സേവ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് എഴുതി വെച്ച് അത് അവസാനം കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ആഡായി നമുക്ക് ഒരു കൃത്യമായിട്ട് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ വാലറ്റ് എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് നമുക്ക് ഇത്ര രൂപ ചിലവഴിക്കാം. ഇപ്പോൾ ഒരു കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രോസറിക്ക് ഇത്ര രൂപ, അല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ ഇത്ര കാശ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവൊന്ന് നിയന്ത്രിക്കാൻ കഴിയും. പിന്നെ ബഡ്ജറ്റിങ് ഏകദേശം അതേപോലുള്ളൊരു ഓപ്ഷനാണ്. നമുക്കൊരു പെർട്ടിക്കുലർ എമൗണ്ട് മാസം എത്ര രൂപയാണ് നമ്മൾ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ഇത്ര രൂപയാണ്, അങ്ങനെയുള്ള ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും. പിന്നെ ബാങ്കിലുള്ള ക്യാഷ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ജേർണലായിട്ട് നമുക്ക് ഡെയിലി നമുക്കൊരു റൂട്ടീനായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ബില്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു GST ബേസ്ഡ് ബില്ലിംഗ് അല്ല, ഒരു ചെറിയൊരു സർവീസ് കൊടുക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒരു ബില്ലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് മൈ മണി എന്നുള്ള സെക്ഷനിൽ. പിന്നെ ബിലോങ്ങിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അസറ്റ്സ്, ലയബിലിറ്റീസ്, നമ്മുടെ ആസ്തികൾ, നമുക്ക് എത്രത്തോളം സാധനങ്ങൾ നമ്മുടെ സ്വന്തമായിട്ടുണ്ട് അതെല്ലാം ഒന്ന് ട്രാക്ക് ചെയ്ത് വയ്ക്കാം. കാരണം നമുക്ക് അവസാനം നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ആ സമയത്തൊന്നും നിങ്ങളൊന്ന് ആശ്ചര്യമായിരിക്കും. നമുക്ക് ഇടയിലുള്ള സാധനങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ആസ്തി കണക്കാക്കി എഴുതി വയ്ക്കുക. അപ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയല്ല. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ലയബിലിറ്റീസും കൂടി ഒന്ന് ട്രാക്ക് ചെയ്യാം. അപ്പോൾ ഈ ലയബിലിറ്റീസും ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിലാവും നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാഷിൻ്റെ ഒരു സിറ്റുവേഷനിലാണോ, ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലാണോ, നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനാണോ. അങ്ങനെയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂ ഡേറ്റ്, പിന്നെ അതിൻ്റെ മച്യൂരിറ്റി ഡേറ്റ്, ഇതൊക്കെ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ ഇൻഷുറൻസ് എന്നുള്ള ഒരു പോർഷൻ സഹായിക്കും. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ. പിന്നെ പാസ്വേഡ് മാനേജർ എന്നുള്ളൊരു ഫീച്ചറുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പല വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് യൂസർ നെയിം പാസ്വേഡൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇതൊക്കെ എല്ലാം നമുക്ക് ഓർത്ത് വയ്ക്കുക എന്നത് ചിലപ്പോൾ എളുപ്പമല്ല. പക്ഷേ ഇതൊക്കെ ഒരു പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ അത് ദുരുപയോഗപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സേഫായിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ഒരു ഫീച്ചറാണ് പാസ്വേഡ് മാനേജർ എന്നുള്ളത്. പിന്നെ ഡോക്യുമെൻറ്റ് മാനേജർ എന്ന് പറയുമ്പോൾ നമുക്ക്
നമുക്ക് എപ്പോഴും അത്യാവശ്യം വരുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് ഒരു കൃത്യമായിട്ട് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ളത് നമുക്കത് റിട്രീവ് ചെയ്യാൻ എളുപ്പമുണ്ട്. ചില സമയത്തൊക്കെ നമുക്കൊരു എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ കുറേ തപ്പിയെടുക്കാറുണ്ട്. ആ സമയത്ത് ഇത് ഡോക്യുമെൻറ്റ് മാനേജർ എന്നുള്ള അതിൽ സേവ് ചെയ്ത് വെച്ചാൽ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്ത് വയ്ക്കാൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയാണ്. പിന്നെ ടാസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ നമുക്കൊന്ന് എഴുതി എടുത്തു വയ്ക്കാനുള്ള ഒരിതാണ്. ഡയറി എന്ന് പറയുമ്പോൾ ഡയറി എഴുതുന്ന ശീലം ഉണ്ടെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പറും പെന്നൊക്കെ എടുത്ത് അല്ലെങ്കിൽ ബുക്കിലും എഴുതി വയ്ക്കലായിരുന്നു. അത് ഇപ്പോൾ ചിലപ്പോൾ പലപ്പോഴും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഫീച്ചറും കൂടി ഉപയോഗിക്കാം. എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡെയിലി എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനുണ്ടെങ്കിൽ ഇത് എഴുതുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയുന്നതിനനുസരിച്ച് അത് മലയാളം അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഡയറി എന്നുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഡ്രീം, അതായത് നമുക്ക് ഒരു ഗോൾസ് ഉണ്ടെങ്കിൽ അതിന് ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന വർഷം ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമുക്കൊരു വീട് വയ്ക്കണം, ഒരു വർഷം കഴിഞ്ഞാൽ ഒരു കാർ വാങ്ങണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എത്രത്തോളം എമൗണ്ട് വരും ആ കാര്യങ്ങളൊക്കെ നമുക്കൊരു പ്ലാൻ ചെയ്യാനായിട്ട് നമുക്കിതിന് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. പിന്നെയുള്ളത് മൊബൈൽ യൂട്ടിലിറ്റീസ് സെക്ഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൊബൈൽ റീചാർജും DTH റീചാർജുമാണ്. ബിൽ പേയ്മെൻറ്റ്സ് അടുത്ത ഒരു അപ്ഡേറ്റ്സിലേക്ക് ആണ് അതിനെ പ്രതീക്ഷിക്കാൻ പറ്റുക. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മൊബൈൽ റീചാർജിങ്ങും DTH റീചാർജിങ്ങും ഉണ്ട്. ഏത് എയർടെൽ, ഡിഷ് TV, സൺ TV, ടാറ്റ സ്കൈ, DTH ഇതെല്ലാം നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സഹായിക്കും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യാം. മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സർവീസസും മൊബൈൽ സർവീസസും നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിൾ പേ പോലുള്ള അല്ലെങ്കിൽ Paytm, ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു കൺവീനിയൻസ് ഫീസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഫീസൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഗൂഗിൾ പേയിലാണെങ്കിൽ ₹1.90 മറ്റുള്ള UPI ആപ്സിലൊക്കെ അതിനനുസരിച്ചുള്ള ചാർജസ് ഉണ്ട്. ഇത് ഇവിടെ കൊടുക്കേണ്ടി വരില്ല. അതായത് ഒരു ഫാമിലിയിൽ ഒരു 5 മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 2 സിമ്മുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡെയിലി അല്ലെ ഒരു മന്ത്ലി നമുക്കൊരു എക്സ്ട്രാ ചിലവുകൾ വരുന്നത് നമുക്കിതിലൂടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല എങ്ങനെയൊക്കെ നമുക്ക് ഇൻകം കിട്ടുന്ന രീതിയിൽ, അതായത് ഒരു മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്കൊരു വരുമാനം കിട്ടുന്നുണ്ട്. അതായത് മൊബൈൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ ഇത് റീചാർജ് സർവീസ് കൊടുക്കുന്ന കമ്പനിക്ക് അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും ഏത് UPI ആപ്സ് ആണെങ്കിലും അത് സേവ് ആപ്പ് ആണെങ്കിലും അവർക്കും ഒരു കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ആ കമ്മീഷൻ്റെ 90% ഇത് റീചാർജ് ചെയ്യാൻ റീചാർജ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ റീഫണ്ട് ചെയ്യുകയാണ്. അത് ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് ഇത് ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കാം. ഈ മൊബൈൽ സർവീസിങ്, മൊബൈൽ റീചാർജിങ് ഒക്കെ നമുക്ക് ലൈഫ് ടൈമിലേക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫീച്ചറാണ്. അത് ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യണമെന്നില്ല. ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് പോലും ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് കൊടുക്കാം. അവരുടെ യുണീക്ക് ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിലൂടെ റെഫർ ചെയ്ത് വരുന്നവരൊക്കെ അവരുടെ ഒരു ടീമായിട്ട് മാറും. അപ്പോൾ അതിനകത്ത് നടക്കുന്ന റീചാർജോ അല്ലെങ്കിൽ സേവ് കാർഡ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. അതിലൂടെ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതിൻ്റെ ഡീറ്റെയിൽ ബിസിനസ് പ്ലാനിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അത് മറ്റൊരു വീഡിയോയിൽ അവൈലബിൾ ആണ്. ഇനിയും തുടർന്നുള്ള ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് ഓർക്കുക. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫൈനാൻഷ്യലി ഒരു സെക്യൂർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നല്ല ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ റീചാർജിങ് എന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ പ്ലാറ്റ്ഫോം ഫീസ് കൊടുക്കേണ്ട. പിന്നെ നമ്മൾ റീചാർജ് ചെയ്യുന്നവരും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളുകൾ റീചാർജ് ചെയ്യുമ്പോഴൊക്കെ ഒരു ലൈഫ് ടൈമിലേക്കുള്ള ഇൻകം ഉണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ
കോൺടാക്ട്സിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഏതാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. നമ്മുടെ സെലക്ട് കോൺടാക്ട്സ് നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് നമുക്ക് അത് റീചാർജ് ചെയ്യാൻ പറ്റും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വിസിറ്റിംഗ് കാർഡ് ജനറേറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും വെബ്സൈറ്റ് ലിങ്ക്സൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ, നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന വെബ്സൈറ്റ് ലിങ്ക്സൊക്കെ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. പിന്നെ എമർജൻസി നമ്പേഴ്സ് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. അതൊക്കെയാണ് ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജസ്. ബിൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് KSEB അങ്ങനെയുള്ള വാട്ടറിൻ്റെ ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ കൊടുക്കും. അതിപ്പോൾ അപ്ലോഡ് ആയിട്ടില്ല. അത് അടുത്ത ഒരു ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ നമുക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓരോ മാസവും എത്രത്തോളം നമുക്ക് ചിലവാകുന്നു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ്സ്, മൈ നെറ്റ് വർത്ത്. മൈ നെറ്റ് വർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ അസറ്റ്സും ലയബിലിറ്റീസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. അസറ്റ്സ് കൂടുതലും ലയബിലിറ്റി കുറവാണെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് നെറ്റ് വർത്തുള്ള ഒരാളാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു നമുക്ക് എയിം ചെയ്യേണ്ടത്. അപ്പോൾ ഫൈനാൻഷ്യലി സെക്യൂർ ആവാനായിട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഫ്രീ ആവാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ സേവ് ആപ്പ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഫ്രീ ആയിട്ട് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ രജിസ്ട്രേഷൻ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ആപ്പും സേവ് കാർട്ടും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് രണ്ടും ഉപയോഗിക്കാം. അത് റെഫർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിലൂടെയും ഒരു വരുമാനം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഷെയർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിൽ ഷെയർ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ഇതിൽ ഈ മോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഹോമിലാണ് മോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ ഒരു ലിങ്ക് എൻ്റെ ലിങ്ക് ആയിട്ടായിരിക്കും കാണുക. ഇപ്പോൾ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ലിങ്ക് ആയിട്ടായിരിക്കും പോവുക. അപ്പോൾ അതിലൂടെ കണക്ട് ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ ടീമായിട്ട് മാറും. അപ്പോൾ അവരൊക്കെ റീചാർജ് ചെയ്യുമ്പോഴും മറ്റുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ ഒരു കമ്മീഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്രയിൽ നിർത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. താങ്ക് യു വെരി മച്ച്. ബൈ.